ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ വണ്ടി ഐഡിലേക്ക് നിൽക്കുന്ന സമയത്ത്, അതായത് വണ്ടി കൊണ്ടുവന്ന് ഓടി വന്ന് നിൽക്കുന്ന സമയത്ത് ഓഫായി പോവാം. അതല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാത്ത സമയത്ത് തന്നെ റേസിങ് വരാം. അങ്ങനെ കറക്റ്റായിട്ടുള്ള റേസിങ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടല്ല. പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകേണ്ട കംപ്ലയിൻറ്റ്. സ്ലോ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫായി പോകാം. അങ്ങനത്തെ ഒരു പ്രോബ്ലമൊക്കെയാണ്. അത് നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സർവീസൊക്കെ കഴിഞ്ഞ് പോയിരുന്നു. അപ്പം നമുക്ക് കാർബറേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ തക്ക വേറൊരു കംപ്ലയിൻറ്റ് ഓടിച്ച് നോക്കുമ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്, നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിടാം. കാരണം ഇത് ക്ലീൻ ചെയ്തിപ്പോൾ നമുക്ക് തൽക്കാലം ഇട്ടാലും വീണ്ടും വന്നത് ബ്ലോക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് അഴുക്കുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ കാർബറേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീനർ അടിച്ചിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ ആ ഹോളുകൾ, ചെറിയ ഹോളുകളൊക്കെ വന്ന ഭാഗമൊക്കെ ക്ലീനർ അടിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റ് ഒരു പരിധി വരെ നമുക്കത് സോൾവ് ആയിക്കോളും. പിന്നെ ഈ സ്ലോ ജെറ്റിൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. കാരണം ഇത് കൂടുതലായിട്ട് വല്ല ഓവർഫ്ലോൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മാറ്റിയിടാനേ പറ്റും. തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാറ്റിയാൽ. പിന്നെ സ്പീഡോമീറ്റർ കറക്റ്റല്ല, വർക്കിംഗ് കറക്റ്റല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മീറ്ററിൻ്റെ കേബിൾ ടൈറ്റായിട്ട് ഫുള്ളായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന്, വീലിൻ്റെ ഉള്ളിൽ വന്ന ഗിയർ സെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ വീലുകളാണ്, അത് മാറ്റിയിടണം. അതേപോലെ തന്നെ കേബിൾ സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഗിയറിൻ്റെ സ്പീഡോമീറ്റർ, ഗിയർ സെറ്റും കേബിളും കാർബറേറ്റർ ക്ലീനിങ്ങും ആ സ്ലോ ജെറ്റോടൊക്കെ ഉള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.